പൗരത്വ ഭേദഗതിക്കെതിരായ ഹർജികൾ സുപ്രീം കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. 237 ഹർജികളിലാണ് വിശദമായ വാദം കേൾക്കാൻ പോകുന്നത്. വാദം കേൾക്കുന്നതിൽ എതിർപ്പില്ല എന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ CPI, മുസ്ലിം ലീഗ്, DYFI അടക്കമുള്ള സംഘടനകൾ നൽകിയ 237 ഹർജികളിലാണ് ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കാനുള്ള ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ തീരുമാനം. വിജ്ഞാപനത്തെ തുടർന്ന് രജിസ്ട്രേഷൻ നടപടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചതിനാൽ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം പരിഗണിച്ചാണ് നടപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് ഹർജിക്കാരുടെ വാദം. നിയമം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെടാൻ ഹർജിക്കാർക്ക് അവകാശമില്ലെന്നും എന്നാൽ വാദം കേൾക്കുന്നതിൽ എതിർപ്പില്ലെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. പൗരത്വ ഭേദഗതി നിയമം വോട്ടർമാർക്കിടയിൽ ധ്രുവീകരണമുണ്ടാക്കാനാണെന്ന് മഹാത്മാഗാന്ധിയുടെ പൗത്രൻ തുഷാർ ഗാന്ധി 24-നോട്. They have realized, the BJP has realized that polarizing the electorate is their key to success. And this is an attempt once more on the eve of the elections to polarize the Indian electorate. CAA നടപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. 24 ഡൽഹി.